സ്മൃതി മാഡം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഞാൻ ഉണ്ടായിരിക്കാം. സഭയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരെ പോലെയല്ല, വിഷയങ്ങൾ വരുമ്പോഴേക്കും അവർക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നവരെ പോലെയല്ല. എന്റെ നിലപാട് സഭയോടുള്ളത് വളരെ സ്ട്രെയിറ്റ് ആണ്. ഇതിൽ സഭയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതിനിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ അതങ്ങനെയല്ലേ, BJP നിങ്ങളെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ മാർ റാഫേൽ തട്ടിലടക്കം കൊടുത്ത മറുപടി എന്താണ് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ ക്ലിയർ ആയി നിൽക്കുന്നുണ്ട്. AK ബാലന്റെ ഭാഷയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ നിൽക്കുന്നുണ്ട്. CBCA പ്രസിഡന്റാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഈ കന്യാസ്ത്രീകളുടെ ജാമ്യം ലഭിച്ചതിന് ശേഷം ഇന്ന് ഏതെങ്കിലും സമരത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് കണ്ടോ? പല രീതിയിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ഇന്നൊരു പ്രതികരണം BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവരാൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അതുണ്ടാകില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് അതിനകത്തെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നുള്ളത് മനസ്സിലായി, കുത്തിത്തിരിപ്പുകാരെയും മനസ്സിലായി. അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത് എന്താണ്? പിതാവ് പറഞ്ഞതും കേന്ദ്ര സർക്കാരിന് നന്ദി എന്ന വാചകം ചേർത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാട്ടുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രതിഷേധം കണ്ടില്ലേ, ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനം കണ്ടില്ലേ. പക്ഷേ ഇവിടെ കൃത്യമായ നിലപാടെടുക്കുന്ന CBCയെയും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പുമാരെയും ഒന്നും കാണാതെ പോവുകയും ചെയ്യും. മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞതിനെ ഇകഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പിന്റെ പ്രതികരണത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും.